അപ്പൊ നമ്മളെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം. ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഒരു വ്ളോഗ് എടുത്തിട്ട്. സാധാരണ വ്ളോഗ് എടുക്കാൻ നേരം തേജുട്ടി ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. ഇന്ന് തേജു വന്നില്ല. ലക്കി വാവയും കൊണ്ട് നമ്മൾ ഇന്ന് ആധാർ എടുക്കാൻ വന്നതാ അല്ലേ? എന്തെടുക്കാൻ വന്ന? ആധാർ. ലക്കിക്ക് ആധാർ കിട്ടുക ഇന്ന്. അതിനുവേണ്ടി നമ്മൾ മലയാളപ്പുഴ അമ്യൂണിറ്റി സെന്ററിൽ വന്നതാ. നമുക്ക് അങ്ങോട്ട് പോകാം. മലയാളപ്പുഴ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സർക്കാർ ഓഫീസുകളെല്ലാവേ. അപ്പൊ ഇത് കണ്ടോ, ഇവിടെയാണ് സ്കൂള്, ഇവിടെ പഞ്ചായത്ത് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ഇതെല്ലാം ഈ ഒരു ലൊക്കാലിറ്റിയിലാണ്. അപ്പൊ നമ്മളിപ്പോ ചെല്ലുന്നത് ഗവൺമെന്റ് അമ്യൂണിറ്റി സെന്ററിലോട്ടാണ്. അവിടെയാണ് മിക്ക ക്യാമ്പുകളും പരിപാടികളും ഒക്കെ നടത്തുന്നത്. അപ്പൊ ഇപ്പോഴും നമുക്കിവിടെ ഒരു ആധാർ മേള എന്നാണ് പറയുന്നത്. ആധാർ മേളയിൽ ലക്കി ആധാർ എടുക്കാനായിട്ട് വന്നാണേ. നമുക്ക് അങ്ങോട്ട് പോകാം. പിള്ളേരൊക്കെ പോകുന്നു. ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേന് നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഞങ്ങൾ വന്നായിരുന്നു. അപ്പൊ കറണ്ട് അടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ശരിയായില്ല. അപ്പം ഇന്ന് ഈ അവധി ദിവസം, ഇന്ന് ഭാവമായതുകൊണ്ട് അവധി ദിവസം ആയതുകൊണ്ട് ഇന്ന് വലിയ തിരക്കില്ല. കുറച്ചു ആളുകളെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ. ഓഫീസുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം ഒക്കെ ആയിട്ടുണ്ട്. നല്ല രസമായിരുന്നേ. നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ പിള്ളേരെ കുറച്ച് ക്ഷമയൊക്കെ കുറവാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് കരണ്ടൊക്കെ പോകുമായിരുന്നേ. ആദ്യമൊക്കെ നല്ലതായിട്ട് നിന്നു, നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നിന്നു, കണ്ടൊക്കെ കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ നിനക്ക് പോലെ ഫോട്ടോ എടുക്കാൻ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ നാക്കുമൊക്കെ നീട്ടി ഇങ്ങനെയൊക്കെ കാണിച്ച് ഇണക്കുമോ നിന്നത്. എന്തായാലും കാര്യം നടന്നു. ഫോട്ടോ കാണിച്ചത് ഇണക്കുമോന്റെ ആധാർ എടുത്ത ഫോട്ടോ കാണിക്കാണ്. ഇണക്കുമോൻ ഇഷ്ടപ്പെട്ടോ? ഇതാരെ ഇഷ്ടപ്പെട്ടോ? കൊല്ലാമോ? അതൊക്കെ പൊടിയാ, അതിന് പൊടിയാ. ഇതെന്തോ ഇതിന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേക്കായിരുന്നു. ലക്കിയുടെ അല്ല ഇത്. ഈ ലക്കിയുടെ ഈ പേപ്പറിന്റെ പേരെന്തുവാ? അമ്മ പറയല്ല. ആധാർ എടുക്കാനല്ലേ നമ്മൾ വന്നേ. ആധാറിന്റെ പേപ്പർ കിട്ടി. ഇനി ഒറിജിനൽ 3-4 ദിവസം കഴിയുമ്പോ നമുക്ക് പോയി എടുക്കണം. എല്ലാരും കാണിച്ചു തരാന്ന് പറ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകണം. തുള്ളി പോകുന്നുണ്ടോ അവന്? കൈ വയ്യ, അവനൊരു കൈ വയ്യാത്ത. ആ കൈ തറക്കാൻ പറ്റുന്ന. നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ലക്കി, റോക്കി, നമ്മുടെ റൂബിയുടെ, റോക്കിയുടെ, മിയയുടെ ഒക്കെ അടുത്ത് പോകുന്ന പോലല്ല ഇവരുടെ അടുത്ത് പോകുന്നതേ. ഇവരെ റോഡിലൊക്കെ ഇങ്ങനെയൊക്കെ ആകുമ്പോ ഇവർക്ക് അസുഖമൊക്കെ ഉണ്ട്. ഇവർക്ക് അടിച്ചാല് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. പണ്ട് ലക്കിക്ക് പൂച്ച മാന്തിയപ്പോ ഇഞ്ചക്ഷൻ എടുത്തില്ലേ, അതുപോലെ ഒത്തിരി ഇഞ്ചക്ഷൻ എടുക്കണം. അതുകൊണ്ട് അവരുടെ അടുത്ത് പോലെ. അവന്റെ മുഖം കണ്ടോ മോനെ? കടിക്കാൻ വരുമ്പോ ഇങ്ങനെ ദേഷിച്ച് നിൽക്കുന്ന പോലത്തെ മുഖം കണ്ടോ? നോക്കിക്കേ, കണ്ടോ? അപ്പൊ നമ്മൾ ഇവരെ പേടിക്കണം. ഇവരെ തൊടാനൊന്നും പോവരുതേ, കേട്ടോ? തൊടത്തില്ല. മിടുക്കം കുഞ്ഞ. കുറച്ച് വിത്തുകളും സാധനങ്ങളൊക്കെ അയക്കാനുള്ളത് പോസ്റ്റ് ഓഫീസിൽ കയറി അയക്കണം. ഇനി ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറണം. എന്നിട്ടാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. ഇന്ന് എന്തായാലും വലിയ മഴയില്ലായിരുന്നു. എന്നാ ഉള്ള മഴ ഇല്ലാതിരുന്നപ്പോ ഉണ്ടായ ചൂടുണ്ടല്ലോ, ചുട്ടു കൊള്ളുന്ന തീയ, ഒന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് വണ്ടിയിലേക്ക് എടുത്തിട്ട് ആ പണിയും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. അല്ല, ഇടയ്ക്ക് 1-2 കടയിലും ഒക്കെ കയറണം കേട്ടോ. ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേനും നമ്മൾ അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങിയാ പോകുന്നത്. എപ്പോഴും ഒന്നും ഇറങ്ങിയല്ല. അപ്പൊ അത്യാവശ്യത്തിന് എവിടെയൊക്കെ ഇറങ്ങുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തൊക്കെയാ പോകുന്നത്. അതൊക്കെ ആയിട്ട് ഇനി പോകണം നമുക്ക്. പോസ്റ്റ് ഓഫീസിലോട്ടൊന്ന് കയറുവാണ്. നോണ്ട വെയില് കൊണ്ടിട്ട് അവൻ അവിടെ കിടന്ന് ഉരുളുന്ന കണ്ടോ?
കേട്ടോ. അതുകൊണ്ട് ഇവിടെ 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 ഈ ഫ്രണ്ടിലോട്ട് നോക്ക്. ഇതേ കണ്ടോ, കണ്ട കണ്ട അവൻ പോയി. വണ്ടി വന്നപ്പോ അവൻ എണീറ്റ് പോയി. വെള്ളം മോനെ തുറക്കാൻ പറ്റത്തില്ലേ? മോനെ തുറന്നു നോക്കിയേ. തുറക്കാൻ പഠിക്കണമല്ലോ കൊച്ചു പിള്ളേര്. പറ്റുന്നില്ലേ? എന്നാ അച്ഛൻ തുറന്നു തരാം. ഇതാ എന്നാ മോനെ. ഭയങ്കര ദാഹമായി പോയോ? എന്നാ കുറച്ചുകൂടെ കുടിച്ചോ. ഐസ്ക്രീമോ? മോന്റെ പാന് പനിയല്ലോടാ. വേണ്ട, ചുമയുണ്ടല്ലോ ഇപ്പോഴും. വേണോ? മോന്റെ പനി മാറിയിട്ട് അച്ഛൻ വാങ്ങിച്ചേരാം കേട്ടോ. എന്റെ അമ്മ ഇങ്ങോട്ട് വരട്ടെ. അമ്മ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ചോദിക്കാം മോന്റെ പനി മാറിയോന്ന്. അടിച്ചോണ്ടല്ലേ ആ കല്ലിന്റെ മേളിൽ കൊണ്ട് കളയും. അമ്മ വഴക്ക് പറയോ? കല്ലിന്റെ മല കയറിയേ എന്നെ താഴെ ഇട്ടേ. ഏത് മലയില? ഇല്ല, കല്ല് കിടക്കുന്നിടത്തോ? ഓക്കെ. എന്തായാലും അമ്മ വരുമ്പോ നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. ആ മുട്ടായി 2 അച്ഛനും കൂടെ തരാവോ? കുപ്പി തുറക്കാവോ അതോ അച്ഛൻ തുറക്കണോ? അച്ഛൻ കൈ നീട്ടി 2 മുട്ടായി കളയാതെ എടുത്തതാ. താങ്ക് യു. ഒരെണ്ണമേ ഉള്ളോ? ഒന്നുകൂടെ തരുത്തില്ലേ? മിടുക്കൻ. ആഹാ, 2 ചോദിച്ചപ്പോ ഒരുപാട് ഇങ്ങനല്ലോ. മിടുക്കൻ കുട്ടി. ആ രമ്യമ്മ ഇങ്ങ് വന്നല്ലോ. പനി മാറിയോ കുഞ്ഞിന്റെ? ആര് പറഞ്ഞു? മാറി. അമ്മ വരുമ്പോ അമ്മയോട് ചോദിക്കാന്ന് പറഞ്ഞു. അമ്മയോട് ചോദിക്കുകയാണെങ്കിലേ അമ്മ വഴക്ക് പറയുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല കല്ല് കണ്ടില്ലേ, ആ കല്ലിന്റെ അവിടെ എന്നെ കൊണ്ടിടുവന്ന്. അങ്ങനെ ചെയ്യുമോ? സത്യമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ ഇനി വീട്ടിൽ പോകും. കുഞ്ഞിനൊരു കുഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. പനി ശരിക്കും മാറിയിട്ടില്ല, അത് കഴിഞ്ഞിട്ട് കൊടുക്കാം. പനി മാറിയിട്ട് പോരെ ഐസ്ക്രീം? സത്യമായിട്ട് മാറിയോ? ഈ ലക്കയ്ക്ക് വീഴ്ച. അയ്യോ, ലക്കയ്ക്ക് വീഴ്ച ഉണ്ട്. കുഞ്ഞു വീഴ്ച. പിന്നെ ഒരു കാര്യം, ഇന്ന് വാവ ആയതുകൊണ്ടേ കടകളൊക്കെ ഉണ്ടോന്ന് അറിയില്ല. കട ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിച്ചു തരാം കേട്ടോ. രണ്ടും തുറന്നിരുന്ന ഏത് കട കണ്ടാലും അപ്പ അറിയാം എന്തിന്റെ കടയാണെന്ന് അല്ലേ? ഞങ്ങള് എപ്പ നമ്മള് പുറത്തിറങ്ങി പറഞ്ഞു. എവിടെ? അവിടെ തുണക്കടയുണ്ട്. പിന്നെ നമുക്ക് പോവാം. കുഞ്ഞിനൊരു കുഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം. കുഞ്ഞിന് മാത്രം മതിയോ ഐസ്ക്രീം? അക്കയ്ക്ക് കൊടുക്ക. സാധാരണ എവിടെ അക്കയ്ക്ക് കൊടുക്കണമെന്നാ പറയുന്നേ. അതിന്റെ അക്കയ്ക്ക് കൊടുക്കണ്ടാത്ത? അക്കയ്ക്ക് കൊടുക്കണോ? അക്ക വിട്ടുവാനോ? ആ നിക്കുന്നത് എന്തുവാ വലിയതായിട്ട് ഇങ്ങനെ നിക്കുന്നേ? അതെന്തോ ഒരു മരം. ആ മരത്തിന്റെ പേര് മോനെ അറിയാവോ? മാങ്ങാമരം അല്ല, അത് ആൽമരമാണേ. എന്തോ ആൽമരം. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇങ്ങനെ അറിയാം മിനിക്ക്. പേരാല്, അരയാല്, അങ്ങനെ പലതരത്തിലുള്ള ആൽമരം ഉണ്ട്. നമുക്ക് പോകാം. ടാറ്റ പറ. ബൈ. അവസാനം കുട്ടി ഐസ്ക്രീം വാങ്ങിപ്പിച്ചിരിക്കുകയാണ്.